ബാലുശ്ശേരിയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ കൂടിയുണ്ട്. നമസ്കാരം. നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ ഇന്നലെ ബാലുശ്ശേരിയിൽ നിന്നാണ്. കൂരാച്ചുണ്ടിൽ നിന്നുള്ള കുറച്ച് രക്ഷാപ്രവർത്തകർ കൂടി ഈ ഘട്ടത്തിൽ എത്തിയിരുന്നു. എപ്പോൾ എത്തി ഇവിടെ? ഇന്ന് പുലർച്ചെ എത്തി. ഞങ്ങൾ ഇന്നലെ എത്തി. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യാതെ എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസം ഇവിടെ വരാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യത്തെ ബറ്റാലിയൻ ഇന്നലെ എത്തി, രണ്ടാമത്തെ ബറ്റാലിയൻ ഇന്ന് എത്തി. ഞങ്ങൾ പൂനൂരിൽ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും റെസ്ക്യൂ മിഷൻ നടത്തിയിട്ടുണ്ടോ? എവിടെയാ? കേരളത്തിൽ ഉടനീളം എല്ലാ സ്ഥലത്തും, പുത്തുമല്ല, കവളപ്പാറ, എല്ലാ സ്ഥലത്തും. കവളപ്പാറയൊക്കെ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ വളരെ രക്ഷാപ്രവർത്തനത്തിൽ പരിചയമുള്ള മിടുക്കരായ ആളുകളാണ്. ഈ ദുരന്തമുണ്ടായപ്പോൾ അർജുൻ്റെ ജീവൻ ഇവിടെ മണ്ണിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ വീട്ടിലിരിക്കാൻ കഴിയാതെ ഇങ്ങനെ വന്ന കുറേ രക്ഷാപ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. കൂരാച്ചുണ്ടിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകരുണ്ട്. ഇപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് വന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അല്ലേ? ജോലിയെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ നേടിയിരിക്കും. ഞങ്ങൾക്ക് അവിടെ നിപ്പ് കണ്ടില്ല കോഴിക്കോട്ടുകാരൻ. ഈ വാർത്ത അറിഞ്ഞിട്ട് നാട്ടിൽ നിൽപ്പുറപ്പിക്കാതെ ഒരുപാട് മനുഷ്യരുണ്ട്. നോക്കൂ, ഒരു നാട് മുഴുവൻ എങ്ങനെയാണ് അർജുന് വേണ്ടി തിരച്ചിലിന് വേണ്ടി നടത്തുന്നതെന്നാണ് അഭിലാഷ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു 523 കിലോമീറ്റർ അകലെയായി പോയി അർജുന്റെ ഈ മണ്ണിടിച്ചിൽ. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു പിടിക്കുമായിരുന്നു. ഇന്നലെ രാത്രി നമുക്ക് അനുഭവിച്ചത് എന്താ വെച്ചാൽ, ഞങ്ങൾ വരുന്ന വഴിക്ക് പല സ്ഥലത്തും ഞങ്ങൾ അക്കോമഡേഷൻ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും 3000 രൂപ, ഞങ്ങൾ 5 പേരായിരുന്നു ഫസ്റ്റ് ടീം വന്നിരുന്നത്. അപ്പോൾ 3000 രൂപയ്ക്ക് മുകളിലാണ് എല്ലാ സ്ഥലത്തും നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിൻ്റെ സമീപത്ത് എവിടെയെങ്കിലുമൊക്കെ താമസിക്കുക, ഞങ്ങളിത് സ്ലീപ്പിംഗ് ബാഗ് മറ്റുള്ള സംവിധാനങ്ങളായിട്ട് വന്നിരുന്നത്. അവസാനത്തെ ഈ പമ്പിൻ്റെ അടുത്ത് അവിടെ പോയി അന്വേഷിച്ചപ്പം വെറും നമുക്ക് വയറ് നിറയെ ഭക്ഷണവും നമുക്ക് താമസിക്കാൻ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള അക്കോമഡേഷനും തന്ന്, അതും കണ്ണൂരുകാരാണ്, യഹിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്ക് തന്നത്. ഇവിടുന്ന് സമയത്ത് ഒരു ഭക്ഷണം താമസവും കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രാദേശികമായിട്ട് പറയുകയല്ല എങ്കിൽ പോലും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. അർജുൻ്റെ വാർത്തയറിഞ്ഞ് വീട്ടിലിരിക്കാൻ കഴിയാതെ ഇറങ്ങി വന്നവരാണ് ബാലുശ്ശേരിയിൽ നിന്ന് വന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ. പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ആദ്യം ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ JCB വന്നിരിക്കുന്നു.